ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഊത്തപ്പം ഉണ്ടാക്കിയാലോ? കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ സൽക്കാരങ്ങളിൽ കാണുന്ന ഈ ഊത്തപ്പം ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടാത്ത ഈ ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഊത്തപ്പം ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന അരി കൊണ്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അരിയൊക്കെ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾക്കൊന്ന് കുതിരാൻ വയ്ക്കണം. ഇപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ നല്ലവണ്ണം കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി മുഴുവനായും തന്നെ ഞാൻ ഇവിടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് അരിക്ക് 1 കപ്പ് എന്ന അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 കപ്പ് വേവിച്ച ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മട്ട അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരണം. അരച്ചെടുത്ത മാവ് നമ്മൾക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തരികളൊന്നുമില്ലാതെ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി പൊങ്ങി വരും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടിയടച്ച് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾക്ക് ഫെർമെന്റ് ചെയ്യാൻ വയ്ക്കാം. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വരും. മൂടി അടച്ച് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് പുളിക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് ഊത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വലിയ ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതും ചേർക്കാം. ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഊത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ട്. നമ്മൾ ഇതിലേക്ക് ഒരുപാട് വേവുള്ള പച്ചക്കറികളൊന്നും ചേർക്കാൻ പാടില്ല. കാരണം നമ്മൾ ഊത്തപ്പം മറിച്ചിട്ട് വേവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവിയിൽ വേവുന്ന പച്ചക്കറികൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ക്യാരറ്റും സവാളയും പച്ചമുളകും മാത്രമാണ് അധികവും ഉപയോഗിക്കാറ്. പച്ചക്കറി മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പത്തിനുള്ള മാവൊക്കെ നന്നായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫെർമെന്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായ ദോശക്കല്ലിലേക്ക് നന്നായി എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. മാവ് ഒരുപാട് പരത്തി കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ചെറിയ കുമിളകൾ വരുന്ന സമയം കൊണ്ട് മുകളിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഊത്തപ്പം നന്നായി വെന്ത് കിട്ടും. നമ്മൾക്കിനി മൂടി തുറന്ന് നോക്കാം. ആദ്യത്തെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിനി ദോശക്കല്ലിൽ നിന്ന് ഇത് മാറ്റാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കി എല്ലാ മാവും ഊത്തപ്പം ചുട്ടെടുക്കാം. ഒട്ടും പുളിയില്ലാത്ത നല്ല ടേസ്റ്റിയും ഫ്ലഫിയുമായിട്ടുള്ള സോഫ്റ്റ് ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.